ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ. നിങ്ങളൊക്കെ മൈലാഞ്ചി ഇട്ടോ? പെരുന്നാളാകുമ്പോൾ നമ്മുടെ പ്രത്യേകതയല്ലേ മൈലാഞ്ചി ഇടുക എന്നുള്ളത്. ഞാനെന്നും ചെറിയ പെരുന്നാളിന് മൈലാഞ്ചി ഇടാറില്ല കേട്ടോ, കാരണം എനിക്ക് സമയം കിട്ടാറില്ല. പിന്നെ ഞാൻ രണ്ടാമത്തെ പെരുന്നാളിനാണ് എന്നും മൈലാഞ്ചി ഇടാറ്. ഇന്ന് എന്തായാലും നേരത്തെ തന്നെ ഇട്ടു കേട്ടോ. അതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ. എന്നെ ആർട്സ് ചെയ്യാനായിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജൊക്കെ തുടങ്ങിയിട്ട് നമ്മളൊരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. മാഷാ അല്ലാഹ്, ഞങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയത്. ഞങ്ങൾ ഹെന്ന കോണും പിന്നെ അതുപോലെ തന്നെ നെയിൽ കോണാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. ഹെന്ന കോണിന് നമ്മൾ പുറത്തുനിന്ന് പ്രൊഡക്റ്റ് ഇറക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് 20 നമുക്ക് കോൺസ് കിട്ടി. അത് നമ്മൾ പെട്ടെന്ന് സെയിൽ ചെയ്യുകയും ചെയ്തു. പിന്നെ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടാൻ വൈകിയതോടെ തന്നെ ഈദ് വരികയും ചെയ്തു. പെട്ടെന്ന് നമുക്ക് 29 നോമ്പ് കിട്ടിയ ഉടനെ തന്നെ നമുക്ക് പെരുന്നാളായല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ നമുക്ക് ഡെലിവറി കുറച്ച് ഡിലേ ആയി. അതുകൊണ്ട് നമുക്ക് കിട്ടാൻ കഴിയാത്തതുകൊണ്ട് തന്നെ കുറച്ച് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയത്. എന്നാലും മാഷാ അല്ലാഹ് ഉള്ളത് നല്ല സ്റ്റെയിനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഞങ്ങൾ നെയിൽ കോണാണ് കേട്ടോ ഒരുപാട് സെയിൽ ചെയ്തത്. നെയിൽ കോൺ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. മാഷാ അല്ലാഹ് അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. 3 പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി കേട്ടോ. ഒരു പ്രാവശ്യം ഇട്ടാൽ നമുക്ക് തികയാതെ വന്നപ്പോൾ വീണ്ടും നമ്മൾ ഉണ്ടാക്കി. മാഷാ അല്ലാഹ് എന്തായാലും ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് നിങ്ങളിതിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി ഞങ്ങൾ പെരുന്നാൾ വിശേഷങ്ങൾ കാണാം കേട്ടോ. തലേ ദിവസം തെക്കുബീർ ചെല്ലിയാൽ പിന്നെ എൻ്റെ ആകെയുള്ള പണി സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതായിരിക്കും കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്ത് സമയമുണ്ടെങ്കിലും ആ സമയത്തായിരിക്കും എനിക്ക് ഭയങ്കര സ്റ്റിച്ച് ചെയ്യുന്ന തിരക്കായിരിക്കും കേട്ടോ. അത് ഉമ്മാൻ്റെ മാക്സിയാണ്. അങ്ങനെ ഉമ്മാൻ്റെ മാക്സിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് പിന്നെ നേരത്തെ കിടന്നു കേട്ടോ. ഞങ്ങൾക്ക് രാവിലെ എന്തായാലും നേരത്തെ എണീക്കണമല്ലോ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പെരുന്നാൾ കുതുബൊക്കെ തുടങ്ങുമ്പോഴത്തേന് നമുക്ക് ഭക്ഷണമൊക്കെ ആയി അവർ മക്കളൊക്കെ പോയി വരുമ്പോഴത്തേന് എന്തായാലും ഭക്ഷണം കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ വേഗം കിടന്നു. പിന്നെ നേരത്തെ എണീറ്റ് അടുക്കളയിലേക്ക് ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചിക്കനൊക്കെ കഴുകി നമ്മൾ ഉദ്ദേശിച്ചിട്ട് ചിക്കൻ കടായി നെയ്ച്ചോറും വെക്കാന്ന് കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. പിന്നെ ചിക്കൻ പൊരിച്ചതും കുറച്ച് പായസവും അതൊക്കെയാണ് കേട്ടോ സ്പെഷ്യല്. പിന്നെ ഇത് നമ്മൾ നുറുക്കുഗോതമ്പാണ് പായസം വെച്ചത്. അതിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിക്ക് നേരത്തെ തന്നെ തൊലിച്ച് വെച്ചിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പേസ്റ്റാക്കി കറിക്കിടേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ വീട്ടിലുള്ളിലൊക്കെ ഫുള്ള് ക്ലീനാക്കി മക്കളൊക്കെ കൂടിയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ ജോലിയും ചെയ്തു. മുറ്റടിക്കലും ഉള്ളിലെല്ലാം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷാക്കി മക്കൾ പള്ളി പോകുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളെല്ലാം റെഡിയാക്കിയിരുന്നു കേട്ടോ. അവരും എല്ലാത്തിനും എന്നെ സഹായിച്ചിരുന്നു. ഇതാ മോന് രണ്ടാളും കൂടി പള്ളിയിൽ പോകണം കേട്ടോ. രണ്ടാളും കൂടെ പള്ളിയിൽ പോയിട്ട് മോള് കുളിക്കാനും കയറിയിട്ടുണ്ട്. ആ സമയം തന്നെ ഞാൻ ഫുഡ് നെയ്ച്ചോറിനെ നമ്മൾ വെച്ചത്. അപ്പം അതൊന്നും ഇങ്ങനെ ഗാർണിഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി ചിക്കനൊക്കെ പൊരിച്ച് പിന്നെ പായസമൊക്കെ ഒന്ന് റെഡിയാക്കി എല്ലാം റെഡിയാക്കി. പിന്നെ എൻ്റെ കുളിയും പിന്നെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഇങ്ങനെ ചെയ്തു കേട്ടോ. പിന്നെ ഇവിടുത്തെ ഉപ്പ മരണപ്പെട്ട ദിവസം കൂടിയാണ് കേട്ടോ പെരുന്നാൾ ദിവസം. രണ്ടാമത്തെ പെരുന്നാളിനായിരുന്നു ഉപ്പ മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഉപ്പാൻ്റെ ആണ്ടും കൂടി ഞങ്ങൾ ആ ദിവസം നടത്താറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ദിവസം എല്ലാവരും വിളിച്ചിട്ട് ഞങ്ങൾ സദ്യയൊക്കെ എല്ലാവർക്കും കൊടുക്കാറുണ്ട്, മൗലൂദൊക്കെ നടത്താറുണ്ട് കേട്ടോ. ഉപ്പാക്ക് 6 ആൺമക്കളും 3 പെൺകുട്ടികളായിട്ടുള്ളത്. എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും മൗലൂദൊക്കെ കൂടി നല്ല രസമായിരിക്കും കേട്ടോ എല്ലാവരും വരുമ്പോൾ. അങ്ങനെ അതിൻ്റെ തിരക്കിൽ എനിക്ക് അവരുടെ ഫോട്ടോസും ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഫുഡ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ മക്കൾ മുകളിൽ പോയിട്ട് നല്ല പണി ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് പെരുന്നാളാണല്ലോ, ആഘോഷിക്കണമല്ലോ. അവർ നല്ല പൂത്തിരിയൊക്കെ കത്തിച്ച് മുകളിൽ ആരും കാണാതെ നല്ല കത്തിക്കലാണ് കേട്ടോ. അവർ നല്ല ആഘോഷത്തിൽ തന്നെയാണ്. എന്തായാലും ഞാനത് മെല്ലെ കണ്ട് ഷൂട്ട് ചെയ്തതാണത്. എൻ്റെയൊക്കെ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് തോന്നുന്നു കേട്ടോ അവരുടെ ഉപ്പ മരണപ്പെട്ടത്. ഇപ്പോൾ ഇത്രയും വർഷമായി പേരക്കുട്ടികളും മക്കളൊക്കെ ആയി ഒരുപാട് ആളുകൾ, വീട് നിറയെ ആളുകളായിട്ടോ. നല്ല രസമാണ് അവരൊക്കെ കൂടുമ്പോൾ. ഞങ്ങൾ ഒരുപാട്, എനിക്ക് പിന്നെ അവരുടെ കൂടെ കളിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. എല്ലാ തിരക്കും കഴിഞ്ഞ് ഞങ്ങളുടെ പിന്നെ രാത്രി തന്നെ എൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു കേട്ടോ. വീട്ടിൽ ഞങ്ങൾ 2ാം പെരുന്നാൾക്കാണ് കൂടാറ്. വീട്ടിലാണ് അങ്ങനെ തന്നെ കേട്ടോ. നേരത്തെ തന്നെ ജോലികളൊക്കെ തീർക്കും കേട്ടോ. ഇതാ ഉപ്പാൻ്റെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ഉപ്പാക്ക് പിന്നെ ന്യൂസ് കേൾക്കൽ അത് നിർബന്ധമാണ്. പിന്നെ ഇത് അമ്മായിമാരും അനിയത്തിയും നാത്തൂനും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഒക്കെ ഓരോ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രഷായി കുളിച്ചിട്ട് റെഡിയാവുകയാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചിയാണ് കേട്ടോ, മാധ ചേച്ചി. അപ്പോൾ ഇവരെൻ്റെ ഞങ്ങളുടെ നാത്തൂനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവളെ കാണാൻ വേണ്ടി വിളിക്കാണ്ട്. അവളെ കൊടുന്നിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞിട്ട് അവന് പോയതാണ്. വീട്ടിൽ പിന്നെ ബീഫ് ബിരിയാണിയും പാലട പായസവും ചിക്കൻ കൊണ്ടാട്ടമൊക്കെ ഉണ്ട് സ്പെഷ്യല്. വീട്ടിലാകുമ്പോൾ പിന്നെ ഇതുപോലെ എല്ലാവരും വരും. അമ്മായിമാരും അമ്മായിക്കാക്കാരും പിന്നെ അമ്മാവന്മാരും ഒക്കെ വരും കേട്ടോ ഫുഡ് കഴിക്കാൻ. എല്ലാവരും ഒരുമിച്ച് കൂടി കഴിക്കാൻ നല്ല രസമാണ്. ഈദാകുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മളെല്ലാ വീടുകളിലും പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയാണല്ലേ. വീട്ടിലേക്ക് എല്ലാവരും വരിക, അതുപോലെ വേറെ വീടുകളിലൊക്കെ പോയി കഴിക്കുക, അതൊക്കെ നല്ല രസമാണ്.
അപ്പോൾ പിന്നെ ലേറ്റ് ആയിട്ടോ വന്നത്. അപ്പോൾ ആപ്പാക്കുള്ള വെള്ളം കൊണ്ട് വന്നിക്കണ്ടോ പേപ്പി. ക്യാരറ്റ് ജ്യൂസായിരുന്നു ഞങ്ങൾ അടിച്ച് വെച്ചിരുന്നത്. മാനിപ്പി എത്തിയിട്ടില്ല, ഓന് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കണ്ടോ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് കുറച്ചാൾ അവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ. അവരത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ട്രിപ്പ് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് പേപ്പി ശരി അതിൻ്റെ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചൊരു സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ കഴിയുമ്പോഴത്തേനും എന്തായാലും ടൈം എടുക്കുമല്ലോ. പിന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാം, പെരുന്നാളാണല്ലോ, അത് പോകാമെന്നുള്ള പ്ലാനിങ് ആയിട്ടോ. അങ്ങനെ ഞങ്ങൾ എങ്ങോട്ടോ ഒന്നും ഇല്ലാതെ അങ്ങനെ പുറത്തിറങ്ങി. ഞങ്ങൾ പോയത് കൊടുകുത്തിമലയിലാണ് കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിലും അവിടെ നമ്മൾ എന്തായാലും കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ തന്നെ ഒന്ന് പോകാമെന്നായി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. റോഡിൽ നല്ല തിരക്കായിരുന്നു, വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. കൊടികുത്തിമലയുടെ ആ ഒരു പ്രകൃതി ഭംഗി കാണാനും ആസ്വദിക്കാനും തന്നെ കേട്ടോ ഒരുപാട് ആൾക്കാർ അവിടെ എത്തിയിരുന്നു. ഈദായിട്ടായിരിക്കും, നല്ല തിരക്കുമായിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് തിരിച്ചു പോന്നു കേട്ടോ. ഇത്രയുള്ള ഞങ്ങളുടെ വിശേഷം. ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.